ട്രേഡിംഗ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ യാദൃശ്യമായിട്ട് കൃഷ്ണകുമാർ സാറിനെ പരിചയപ്പെടാനും സാറിൻ്റെ ഇനിഷ്യൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു ട്രേഡിംഗ് എത്രമാത്രം ഈസിയാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെക്കാളും കൂടുതൽ വെൽത്ത് ക്രിയേഷൻ ട്രേഡിങ്ങിൽ കൂടെ പോസിബിളാണ് എന്നുള്ളൊരു രീതിയിലോട്ട് എത്താൻ പറ്റുകയും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സുകളിൽ കൂടെയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. സാറിനെ പോലൊരു ടീച്ചറെ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പോൾ ദുബായിൽ ഞങ്ങളുടെ 4ാമത്തെ സെഷനാണ് ഇവിടെ. സാറ് ഒരു ഡെഡിക്കേഷനോടുകൂടി ഇവിടെ വരികയാണ്. അതായത് ഞങ്ങൾ ഒരു പ്രാവശ്യം പഠിപ്പിച്ചു, അതിൽ കൂടുതൽ സാർ ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ ഒരു സർവീസായിട്ട് വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ മുഴുവൻ എടുത്തത്. സാർ പറയുന്ന പോലെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പഠിച്ചാൽ, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഒരുപാട് അച്ചീവ് ചെയ്യാം. നമുക്ക് ഇൻപുട്ട് അനുസരിച്ച് നമ്മുടെ വെൽത്തും കൂടിക്കൊണ്ടിരിക്കും. എനിക്കിപ്പം ഒരു ട്രേഡിംഗ് ഗുരു എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ആകെ ഒരാൾ സാറിന് മാത്രമായിട്ട് കാണുന്നുള്ളൂ. വളരെ ട്രസ്റ്റ് വർത്തിയാണ് സാറ്. അതാണ് അതിനകത്തൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത്. പറയുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻ്റായിട്ടും അതുപോലെ തന്നെ ടീച്ചബിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഫണ്ടമെൻ്റൽസ് പഠിപ്പിക്കുക, ട്രേഡിങ്ങിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നമുക്ക് എങ്ങനെയും പറഞ്ഞു തരിക എന്നുള്ളതാണ് സാറിൻ്റെ ഒരു മെയിൻ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് തന്നെ അതാണ് എനിക്ക് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ റിസൾട്ട് സീസണിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. റിസൾട്ടിന് നമ്മുടെ ട്രേഡ്സിൽ വലിയ ഇമ്പാക്റ്റ് ചെലുത്താൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്നിരുന്നാൽ പോലും പല കേസുകളും നല്ല റിസൾട്ട് തന്നിട്ട് പോലും സ്റ്റോക്ക് താഴെ വീഴും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് താഴെ വീഴാനുള്ള ഒരു കാരണം? പല കാരണങ്ങൾ കാണും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, റിസൾട്ട് സംഭവിക്കുന്ന സമയത്ത് സ്റ്റോക്ക് എക്സ്റ്റെൻഡഡ് ആണെങ്കിൽ, ഓവർ എക്സ്റ്റെൻഡഡ് ആണെങ്കിൽ സാധാരണ ആൾക്കാർ പ്രോഫിറ്റ് ബുക്കിന് പോകും. അപ്പം എങ്ങനെയാണ് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, ധാരാളം സ്റ്റോക്കുകളിൽ ഇത് കണ്ട് പഠിച്ച് എക്സ്റ്റൻഷൻ ലെവൽസ് മനസ്സിലാക്കണം. ഓരോ ലെഗിലും എങ്ങനെയാണ് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നത്, ലെഗ് കയറുന്നതോറും എക്സ്റ്റൻഷൻ എങ്ങനെയാണ്, എക്സ്റ്റൻഷൻ്റെ ബാൻഡ് വിത്ത് കുറയുന്നത്, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല ട്രേഡ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ റിസൾട്ടിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. താങ്കൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റിഫിസിനോട് ചേർന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇക്വിറ്റിഫിസിനോട് ചേർന്ന ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. താങ്കൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, എക്സ്ക്ലൂസീവായിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് റിസൾട്ട് വരുന്ന അന്ന് തന്നെ കഴിവതും വീഡിയോസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റേറ്റീവ്ലി ബെസ്റ്റ് റിസൾട്ട് എന്ന സ്റ്റോക്കുകളിലെ വീഡിയോസാണ്. താങ്കൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റിഫിസിനോട് ചേർന്ന് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്, അത് ജോയിൻ ചെയ്താൽ താങ്കൾ ജോയിൻ ചെയ്യാം. സോ ഈ വീഡിയോകളൊക്കെ താങ്കൾക്ക് ബെസ്റ്റായിട്ടുള്ള ബെറ്റർ അനാലിസിസ്, ഈ വീഡിയോ ഒരു പ്രിലിമിനറി അനാലിസിസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. താങ്കൾക്കൊരു സെക്കൻഡറി അനാലിസിസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ പുറത്ത്, ആ സ്റ്റോക്കിൻ്റെ പുറത്ത് താങ്കൾക്ക് ഒരു സെക്കൻഡറി അനാലിസിസ് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. ഇത്തവണ പോലെ കുറേക്കളെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻഹാൻസ്മെൻ്റ് ആണ് വീഡിയോയിലും വരുത്തിയിരിക്കുന്ന മാറ്റം. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സ്റ്റോക്സിൻ്റെ എണ്ണം കുറയും, നമ്പർ ഓഫ് വീഡിയോസിൻ്റെ എണ്ണം കുറയും. പക്ഷേ ക്വാളിറ്റേറ്റീവായിട്ട് ഞാൻ കുറേക്കൂടെ പാരാമീറ്റേഴ്സ് കുറേ കൂടെ ടഫാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു അനാലിസിസ് കുറച്ചുകൂടെ ബെറ്ററാണ്. എന്നിരുന്നാൽ തന്നെയും എൻ്റെ അനാലിസിസ് ഒക്കെ പ്രിലിമിനറി ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അതിൻ്റെ പുറത്ത് കമ്പനിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പനിയുടെ PPT കണ്ട് മനസ്സിലാക്കുക, മാനേജ്മെൻറ്റ് ഗൈഡൻസുള്ള അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കമ്പനിയുടെ കമ്പനി മ്യൂച്വൽ ഫണ്ട്സും വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്. ശരിക്കും ഈ ഡിസ്കഷൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് വരും, NSE പോസ്റ്റ് ചെയ്യും. ട്രാൻസ്ക്രിപ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള പഠനമാകത്തുള്ളൂ എന്ന കാര്യം എടുത്തു പറയുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കുക, ധാരാളം സ്റ്റോക്കുകൾ അപ്ലൈ ചെയ്ത് മനസ്സിലാക്കുക. കാര്യം ഇത് ഈ ഒരു എക്സ്റ്റൻഷൻ തിയറി, ഈ ഒരു എക്സ്റ്റൻഷൻ ഫിലോസഫി താങ്കളുടെ ട്രേഡ്സിനെ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ എന്താണ് ഈ എക്സ്റ്റൻഷൻ ഫിലോസഫി? നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരു സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും, ഈ സ്റ്റോക്കിലെ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെവലിൽ ഈ ലെവലിൽ നിന്നാണ് ട്രെൻഡ് തുടങ്ങിയത്. അവിടെ നിന്ന് ട്രെൻഡ് തുടങ്ങിയാൽ സാധാരണ 25 to 30% മൂവിനുള്ളിൽ ഒരു പ്രാവശ്യം EMA 10ലേക്ക് വരണം. EMA 10 കട്ട് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഈ നീല ബാൻഡ് EMA 10 ആണ്. അതുപോലെ തന്നെ ആ മൂവ് 45 to 50% ഉള്ളിൽ ആണ് എങ്കിൽ അത് EMA 21ലേക്ക് കട്ട് ചെയ്യണം. EMA 21 നമുക്ക് കിട്ടാൽ ഈ റെഡ് ബാൻഡാണ് EMA 21. റെഡ് ബാൻഡിലേക്ക് തിരിച്ചു വരണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫിലോസഫി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ലെഗ് കയറും തോറും, ഓരോ ലെഗ് കയറും തോറും, ഇതൊരു ലെഗാണെങ്കിൽ അടുത്ത ലെഗാണ്, അടുത്ത ഇങ്ങനെ ഓരോ ലെഗ് കയറും തോറും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
35% എന്നുള്ള സംഗതിയും അല്ല 45 to 50% എന്ന് പറയുന്ന ബാൻഡും ഒന്ന് താഴും. മേ ബി ഒരു 10 to 15% താഴും. 25-35 എന്നുള്ള മേ ബി ഒരു 15 to 30 വരാം ലെഗ് കയറും തോറും. 45-55 എന്നുള്ള മേ ബി ഒരു 30 to 45 വരാം. കാര്യം ലെഗ് കയറും തോറും റിസ്ക് കൂടിക്കൊണ്ടിരിക്കും, റിവാർഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി? കാര്യം സ്റ്റോക്ക് എക്സ്റ്റൻഷൻ എന്ന കൺസെപ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം തുടങ്ങുന്ന സമയത്ത് ഇത് 25-35 തന്നെ വരണമെന്നില്ല EMA വരാൻ. മേ ബി ഒരു 15 to 25 വരുമ്പം മൂവിങ് ആവറേജിൽ വരാം. പല കേസിലും കട്ട് ചെയ്ത് താഴെ പോകാം, പല കേസിലും താഴെ പോയിട്ട് 1-2 ദിവസം റെസ്റ്റ് ചെയ്യാം, എന്നിട്ടായിരിക്കും കയറി പോകുന്നത്. മൊമെൻറ്റത്തിൻ്റെ ഹയസ്റ്റ് സോണിൽ എത്തിക്കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? കാരണം കൺഫേം മൊമെൻറ്റത്തിൽ എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെഗ് സ്ട്രോങ് ആയിട്ട് നിൽക്കും. രണ്ടാമത്തെ കാര്യം, കൺഫേം മൊമെൻറ്റത്തിലാണെങ്കിൽ ബാൻഡിൻ്റെ അത് മൂവിങ് ആവറേജ് ബാൻഡിൻ്റെ താഴെ വരണമെന്നില്ല. മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്താൽ അപ്പോൾ തന്നെ റിജക്ഷൻ സംഭവിക്കും. നമുക്കെപ്പോഴും മൂവിങ് ആവറേജിൻ്റെ താഴെ വന്ന് ഒരു 1-2 ദിവസം റെസ്റ്റ് എടുത്ത് തിരിച്ചു കയറുന്നതാണ് എപ്പോഴും പ്രിഫറബിൾ. ആ പ്രിഫറബിലിറ്റി എപ്പോഴും വരണമെന്നില്ല എക്സ്ട്രീം മൊമെൻറ്റം സോൺസിൽ. ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് മൂവിങ് ആവറേജ് 10-നാണെങ്കിലും 21-ലാണെങ്കിലും ഒരേ നിയമമാണ് ശരിക്കും. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇതൊക്കെ ഞാനൊന്ന് ഡിലീറ്റീവാണ്. സോ ഈ ഒരു സ്റ്റോക്ക് നോക്കൂ. ഇവിടാണ് മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടാണ് മൊമെൻറ്റ് നിന്ന ലെവൽ ഇതാണ്. രണ്ടാമത് നമ്മൾ ഫസ്റ്റ് നോക്കൂ. നമ്മൾ ഫസ്റ്റ് എന്താ എടുത്തിരിക്കുന്നത്? നമ്മൾ മൂവിങ് ആവറേജ് നമ്മൾ 10 ഓൺ ചെയ്യുക. ഇതിലൊരു സംതിങ് അറൗണ്ട് 13.56 അറൗണ്ട് 14% 10ൻ്റെ താഴെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊമെൻറ്റത്തിൻ്റെ തുടക്കത്തിൽ ബാൻഡിൽ കുറച്ച് വ്യത്യാസം വരാം. അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നെക്സ്റ്റ് ലെവൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മളൊന്ന് EMA 10 ഒന്ന് എടുത്ത് നോക്കാം. ഈ ലെവലിൽ ഇവിടം വരെ പോയി സംതിങ് അറൗണ്ട് 30% നേരെ വീണ്ടും 10ൻ്റെ താഴത്തേക്ക് വന്നു. നമുക്കെപ്പോഴും താഴെ വന്നാൽ കുറച്ചുകൂടെ സേഫാണ് ശരിക്കും. ടച്ച് പോകുന്നതിനേക്കാളും താഴെ വന്നാൽ സേഫായിട്ട്. പക്ഷേ മനസ്സിലാക്കണം, മൊമെൻറ്റം എക്സ്ട്രീം മൊമെൻറ്റം സോഴ്സിൽ താഴെ വരാറില്ല, ടച്ച് ചെയ്തിട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം 14% കിട്ടി, രണ്ടാമത്തെ 30% കിട്ടി. ഇനി മൂന്നാമത്തെ ലെവൽ എത്രയാണ് കയറിയിരിക്കുന്നത്? ഇവിടെ നിന്നും ഇവിടം വരെ കയറി സംതിങ് അറൗണ്ട് 39% കയറിയ മാത്രമല്ല, മൂന്നാമത്തെ ലെവൽ നോക്കൂ നിങ്ങൾ, നേരെ ടച്ച് ചെയ്തിട്ട് കയറിപ്പോയി. എൻ്റെ അർത്ഥം എന്താ കാണിക്കുന്നത്? എക്സ്ട്രീം മൊമെൻറ്റത്തിനെ കാണിക്കുന്നത്. മൊമെൻറ്റം സൂപ്പറാണെന്ന് കാണിക്കുന്നത്. സൂപ്പർ മൊമെൻറ്റത്തിൽ ടച്ച് ചെയ്തിട്ട് കയറിപ്പോയി. ശരി, നിങ്ങൾ നോക്കണം, ഈ ലെവലിൽ സ്റ്റോക്ക് എന്താ സംഭവിച്ചാൽ 21 ടച്ച് ചെയ്തിട്ട് കയറിപ്പോയി. ആ ലെവലെന്ന് പറയുന്നത് ഈ ലെവലിൽ നിന്നും ഈ 21 ടച്ച് ചെയ്ത് താഴെ പോയ ലെവലിൽ നിന്നും ഈ ലെവലിൽ നിന്നും നമ്മൾ എടുക്കുകയാണ്. ഈ ലെവലിൽ നിന്ന് എടുക്കുമ്പം സംതിങ് അറൗണ്ട് ഇവിടെ നിന്നും കയറുവാണെങ്കിൽ അറൗണ്ട് 53.45%. നമ്മൾ 45 to 55 ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അറൗണ്ട് 53 നിന്ന് ടച്ച് ചെയ്തിട്ട് കയറിപ്പോയി. ടച്ച് ചെയ്തിട്ട് കയറിപ്പോകുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്ട്രോങ് മൊമെൻറ്റമാണ്, എക്സ്ട്രീം മൊമെൻറ്റമാണ്. എക്സ്ട്രീം മൊമെൻറ്റം അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ താഴെ വന്ന് റിലാക്സ് ചെയ്ത് ഒരു ബേസ് ബിൽഡപ്പ് ചെയ്തിട്ട് ഒന്ന് കൂൾ ഓഫ് ആയിട്ട് കയറി പോകത്തുള്ളൂ. പക്ഷേ കൂൾ ഓഫിനുള്ള സമയമില്ല. ഹ്യൂജ് ആയിട്ടുള്ള ട്രെൻഡിലാണ് സ്റ്റോക്ക്. അതിനുശേഷം എന്ത് സംഭവിച്ചു? വീണ്ടും 10ൽ വീണ്ടും ഒന്ന് ടച്ച് ചെയ്തു. നമ്മൾ 10ൽ ടച്ച് ചെയ്തതിൽ വലിയ ഇവിടാണ് തിരിച്ചു വന്ന് ഇവിടെ വീണ്ടും 10ൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറി. അപ്പോൾ എത്ര % കയറി? ഈ ലെവലിൽ നിന്നും സംതിങ് അറൗണ്ട് 27% കയറി. പിന്നെ വീണ്ടും നിങ്ങൾക്ക് എടുത്തു നോക്കൂ, വീണ്ടും 10നെ ടച്ച് ചെയ്ത ലെവൽ നോക്കൂ. ഇവിടെ നിന്നും 10നെ വീണ്ടും ടച്ച് ചെയ്ത്, അപ്പം ലെഗ് കയറും തോറും ബാൻഡ് താന്നുകൊണ്ടിരിക്കും. ലെഗ് കയറി ബാൻഡ് താന്നു, 18.52 താന്നു. വീണ്ടും അടുത്ത ലെവൽ ലെഗ് കയറും തോറും ബാൻഡ് താന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്നും ഇവിടം വരെ സംതിങ് അറൗണ്ട് 23% നേരെ താഴെ വന്നു. അതിനുശേഷം EMA 21 കട്ട് ചെയ്ത് താഴെ വന്നു. നേരത്തെ വന്ന ലെവൽ 21 കട്ട് ചെയ്ത ലെവൽ ഈ ലെവലിലാണ്. ഈ ലെവലിൽ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ടാണ് നേരെ തിരിച്ച് കയറിയത്. ഇവിടെ നിന്നും എത്ര % കയറി? സംതിങ് അറൗണ്ട് 41-42% കയറി നേരെ കട്ട് ചെയ്ത് നേരെ താഴെ പോകും. എപ്പോഴും ശ്രദ്ധിക്കണം, ടോപ്പൊക്കെ എത്തുമ്പം, ദാറ്റ് മീൻസ് കറക്ഷൻ്റെ സമീപത്തൊക്കെ എത്താൻ നേരത്ത് നിങ്ങളിവിടെ എന്താ കണ്ടത്? ബഞ്ച് ഓഫ് ഡൂജിയാണ് കണ്ടത്. ഡൂജി എന്ന് വെച്ചാൽ എന്താ? ഇൻഡിസിഷനായി കാണിക്കുന്നതാണ് ഡൂജി. തീരുമാനം ഇല്ലാതെ കാണിക്കുന്നതാണ് ഡൂജി. ഇപ്പോൾ ബഞ്ച് ഓഫ് ഡൂജി കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇൻഡിസിഷനാണ് ബയറിനും ഡിവിഷനില്ല, സെല്ലർ ഡിവിഷനില്ല. അപ്പോൾ ബയറിനും ഡിവിഷൻ ഇല്ലാത്ത കാലത്തോളം ബയർ വീക്ക് ആയിരിക്കും, ബയർ സ്ട്രോങ് അല്ല. ബയർ വീക്കാകുമ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റോക്ക് കറക്ഷൻ ഉള്ള സാധ്യത വല്ല കൂടുതലാണ്. എപ്പോഴും തുടക്ക സമയത്ത് ഡൂജി കണ്ടാൽ അത് കയറിപ്പോകാനുള്ള സാധ്യതകളെയും ടോപ്പിൽ ഡൂജി കണ്ടാൽ അത് ഇറങ്ങാനുള്ള സാധ്യതകളുമാണ് കാണിക്കുന്നത്. പ്രോബിലിറ്റി അതാണ് കാണിക്കുന്നത്. നമ്മൾ പ്രോബിലിറ്റിക്ക് അനുസരിച്ച് മൂവ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു, മൊമെൻറ്റത്തിൻ്റെ തുടക്ക സമയത്ത് ഉള്ള തിരിച്ചുള്ള മീനിലേക്കുള്ള വരവ്
25 to 30% സ്ഥാനത്ത് മേ ബി ഒരു 15 നമുക്ക് പ്രവേശിക്കാം. മൊമെൻറ്റത്തിൽ കയറുന്നത് എങ്ങനെ അറിയാൻ പറ്റും വെച്ചാൽ EMIയുടെ താഴെ വരുന്നതിന് പകരം EMI ടച്ച് ചെയ്ത് ചാടി കയറിപ്പോൾ ആ ചാടി കയറി സോൺ ഈ ഭാഗത്താണ്. അപ്പോൾ അതിന് മുമ്പുള്ള സോൺസിലൊക്കെ സംതിങ് അറൗണ്ട് 25 to 35% ബാൻഡ് എന്നുള്ളത് 10% അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. കാര്യം എന്താ, ടോപ്പസ്റ്റ് മൊമെൻറ്റത്തിലേക്ക് എത്തിയിട്ടില്ല, ലെഗ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം ലെഗിൻ്റെ നെക്സ്റ്റ് വൈബ്രൻ്റ് ലെവലിലേക്ക് മാറുമ്പം 25 to 30% EMI 10ലേക്കും 45 to 50% EMI 20ലേക്കും വരാം. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ താഴെ വന്ന് കിടക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. താഴെ വന്ന് കിടക്കാതെ അതിനെ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് തിരിച്ചു പോകുകയാണെങ്കിൽ മനസ്സിലാക്കണം എക്സ്ട്രീം മൊമെൻറ്റമാണ്. ഇവിടെ എക്സ്ട്രീം മൊമെൻറ്റമാണ് കാണിക്കുന്നത്. ഈ എക്സ്ട്രീം മൊമെൻറ്റത്തിൻ്റെ സോൺസ് ആണ് ശരിക്കും. അതിനുശേഷം എന്താ പറയണ്ടേ, അടുത്ത ഒരു 45 to 50% ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ലെഗ് കയറുന്നതോറും ബാൻഡ് ഒന്ന് താന്നുകൊണ്ടിരിക്കും. അപ്പോൾ 45 to 50% എന്നുള്ളത് മേ ബി ഒരു 35 to 40ലേക്കോ 30 to 45ലേക്കോ വരാം. അതിനുള്ളിൽ വീണ്ടും EMI 20ലേക്ക് വന്നാൽ മനസ്സിലാക്കണം എന്താ പറയണ്ടേ, വീണ്ടും കറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, വീണ്ടും ഒരു എന്താ പറയണ്ടേ മദറിലേക്ക് തിരിച്ചു വരണം. ഇത് മദർ ആൻഡ് ചൈൽഡ് എന്നാൽ കൺസെപ്റ്റിലാണ് ഈ ബേസിക്കലി മീൻ ഡിവിഷൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ മദറിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കാണിച്ച കളർ എന്താണ്, കാണിച്ച കളർ ബയർ കൺഫ്യൂഷൻ ആയിട്ടുള്ള കളർ കാണിച്ചിരിക്കുന്നത്. അതാണ് പ്രൈസ് ആക്ഷൻ. ബയർ ഈസ് വെരി മച്ച് കൺഫ്യൂസ്ഡ്. ബയറിന് പവർ ഈ ഭാഗത്തുനിന്ന്. കാര്യം സെല്ലേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. എല്ലാ ക്ലോസിങ്ങും ട്യൂബേസ് ലോയാണ്, ഹൈ അല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാൻഡിലേ ഉള്ളൂ ബയറിൻ്റെ. ആ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് നോക്ക് സംതിങ് അറൗണ്ട് 40% താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, വീക്ക്നെസ് ഓഫ് ബയർ. എന്തിനാണ് കാണിക്കുന്നത്, EMI 20നെ കട്ടിയെ താഴെ പോകണം. കാര്യം സ്റ്റോക്ക് ആ രീതി സ്ട്രെച്ചഡായി. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏത് ലെഗിനാണ് നമ്മൾ കയറാൻ പോകുന്നത്. എക്സ്റ്റൻഡഡ് സ്റ്റോക്കാണോ അല്ലയോ, യങ് സ്റ്റോക്കാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. സാറിന് നല്ല ശതമാനം ആൾക്കാർ ഇതൊന്നും നോക്കാതെ കയറുന്നതുകൊണ്ടാണ് പെട്ടുപോകുന്നത്. പെട്ടുപോകാൻ പാടില്ല എന്നുള്ള സങ്കല്പത്തിലാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ക്ലിയറായിട്ട് നോക്കുക, ക്ലിയറായിട്ട് മനസ്സിലാക്കുക, ധാരാളം സ്റ്റോക്കുകൾ ചെയ്ത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഏത് സ്റ്റോക്കിൽ കയറാൻ നേരത്തും ആ സ്റ്റോക്കിൻ്റെ എക്സ്റ്റൻഷൻ മനസ്സിലാക്കുക, ഏത് ലെഗിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കിയാൽ കറക്റ്റായിട്ട് റിസ്ക് റിവാർഡ് നമുക്ക് ഏകദേശം ഐഡിയ എടുക്കാൻ സാധിക്കും. നമ്മുടെ പൊസിഷൻ സൈസ് നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, താങ്കൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വീഡിയോ കണ്ടുകൊണ്ട് കാര്യമില്ല, ധാരാളം സ്റ്റോക്കുകളിലെ കണ്ട് മനസ്സിലാക്കി എക്സ്റ്റൻഷൻ്റെ ഒരു ആവറേജ് ബാൻഡ് വിത്ത് ആദ്യം മനസ്സിലാക്കണം. EMI 10ലേക്കുള്ള ബാൻഡ് വിത്ത്, EMI 20ലേക്കുള്ള ബാൻഡ് വിത്ത്, ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എക്സ്റ്റൻഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായും എക്സ്റ്റൻഷൻ 100% മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന കാര്യമാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. തീർച്ചയായും ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. താങ്കൾ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.